Hey guys, assalamu alaikum. Welcome back to my channel. Yes, അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമല്ല, കുറേ വീക്സിന് ശേഷമാണ്. ഐ തിങ്ക് നമ്മൾ തായ്ലൻഡിൽ നിന്ന് വന്നിട്ട് മോർ ദാൻ 20 days ആയി. ആ 20 days ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. മടിയാണ്, വേറെ ഒന്നുമല്ല, എപ്പോഴും പറയണ്ടല്ലോ അത് തന്നെ. സോ ഇന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് വി ആർ ഗോയിങ് ഔട്ട്. ഇന്ന് തായ്ലാൻഡിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ പുറത്ത് പോയിട്ടില്ല. ലൈക്ക് പുറത്ത് പോയിട്ടുണ്ട്, മേ ബി വൺസ് ഓർ ട്വൈസ് എന്തോ ആവശ്യത്തിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ കറങ്ങാനോ പിടിക്കാനോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഗൈസ്. ബേബിയുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, ന്യൂലി മാരീഡ് കപ്പിൾ. പിന്നെ ബേബിയുടെ വലിയ കസിൻ ഇൻ ദ സെൻസ് വലിയ ഇത്തയുടെ മോനാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അവർ വൈഫ് ഫാമിലി ഫുൾ വന്നിട്ടുണ്ടായിരുന്നു. സോ വി വെന്റ് ടു മൂന്നാർ. പിന്നെ മൂന്നാർ പോണ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. സോ എന്നിട്ട് സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ വ്ളോഗ് ചെയ്യാനുള്ള ഒരു മൂഡും എനിക്കില്ല ഗൈസ് ഇപ്പോൾ. ഐ ഡോണ്ട് നോ വൈ. അല്ല, മൂഡും ഇല്ല, ഇറ്റ്സ് വൺ റീസൺ. പിന്നെ ഞാനിപ്പോൾ പുറത്തു പോകണമല്ലോ, എന്തായാലും റെഡി ആയിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ദ സെക്കൻഡ് തിങ് ഈസ് ഐ എം ബിസി ആക്ച്വലി. എന്തിനു ബിസി? ബിക്കോസ് എവറി ടൈം ഞാൻ എബുൻ്റെ പുറകെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എബുൻ്റെ പുറകെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെയെന്ന്. പക്ഷെ എനിക്ക് പേടിയാണ് അവൻ്റെ കാര്യത്തിൽ അവിടെ വിടാൻ. ബിക്കോസ് ഈസ് എ ടോഡ്ലർ. അപ്പോൾ എപ്പോൾ ഒപ്പിക്കൂ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ദാറ്റ്സ് വൈ ഞാൻ അവൻ്റെ പുറകെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ അവന് ഉറങ്ങിയ സമയത്തൊക്കെ വേറെ പണിയും ഉണ്ടാവും. അതായത് ഫുൾ ടൈം കിച്ചണിൻ്റെ വർക്ക് ഉണ്ടാവും. മുമ്പാണെങ്കിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോണ് വെക്കും, ഉച്ചക്കത്തെ ചോറ് കറി അത് ഇതൊക്കെ ഉച്ചത്തൊക്കെ എന്താ ലഞ്ച് ഉള്ളത് ഞാൻ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്താൽ അത് മതി നമുക്ക്. നൈറ്റും അത് തന്നെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ബിക്കോസ് നമ്മുടെ വീട്ടിലത്തെ മുതലാളി ഇസ് ഇൻ ഡയറ്റ്. അപ്പോൾ പച്ചക്കറി തന്നെ, വെജിറ്റബിൾസ് തന്നെ ഒരു 2-3 ഐറ്റം വെക്കണുണ്ട് ഉച്ചക്ക്. ആൻഡ് നൈറ്റ് അത് കഴിക്കൂല, വേറെ കഴിക്കും. ഹി നീഡ് ചിക്കൻ, ഒരു അൽഫാം പോലെ തന്നെ അല്ലെങ്കിൽ ഗ്രിൽ പോലെ. സോ ഡിഫറെൻറ്റ് തിങ്സ് വെക്കണം. സോ എവറി ഡേ ഡിഫറെൻറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാമല്ലോ, വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഷടപടയെന്നാവൂല ആക്ച്വലി. പതുക്കെ പ്രിപ്പയർ ചെയ്ത് അത് ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു. രാവിലെ മുതൽ ഞാൻ എന്താ ചെയ്യണം അറിയോ? രാവിലെ എണീച്ച് ഇതൊക്കെ ക്ലീനിങ് അത് ഇതൊക്കെ കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഐ ഹാവ് ടു ഇൻവോൾവ് ഇൻ ദ ബ്രേക്ക്ഫാസ്റ്റ് ബിക്കോസ് ബേബി നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല. സോ ഐ ഹാവ് ടു പ്രിപ്പയർ ഡിഫറെൻറ്റ് ഫോർ ഹിം. അത് തന്നെ ഞാനും കഴിക്കണേ. ലോട്ട് ഓഫ് ഈറ്റിംഗ് ഹെൽത്തി 2025. സോ Jan 17 തുടങ്ങിയത്. ഇറ്റ്സ് ഗോണ ബി 2 weeks. ഇപ്പോൾ ഐബ്രോസ് ഗ്രോ ആയിട്ടുണ്ട്, അത് ചെയ്യാൻ പോലും ടൈമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അത് കഴിയുമ്പോൾ എബ്രു എണീക്കും, എബ്രുൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്തിട്ട് അവനെ തെറ്റിക്കാൻ ഒരു 1.5 hour. ബിക്കോസ് ഈസ് സ്ലോ വെരി വെരി സ്ലോ ആണ് അവൻ കഴിക്കുന്നത്. സോ ഐ നീഡ് എക്സാക്ട്ലി 1.5 year, മേ ബി മോർ ദാൻ ദാറ്റ്. അതിനേക്കാൾ കുറവൊന്നുമില്ല ഒരിക്കലും. അത് കഴിയുമ്പോൾ തന്നെ ലഞ്ചിനുള്ള ടൈം ആവും. സോ ഐ ഗോ ടു ദ കിച്ചൺ. അവനെ ബേബിൻ്റെ അടുത്തോ അവിടെ ഇരുത്തി കളിപ്പിക്കാൻ എടുത്തിട്ട് ഐ ഗോ ടു ദ കിച്ചൺ. മിസ് കോൾ, ഓ മൈ ഗോഡ്. അപ്പോൾ കോൾ വന്നാലേ ഞാൻ എടുക്കാറില്ല ഗൈസ് എൻ്റെ ഫോണിൽ. ഇനി മിസ് കോൾ വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോകും ഞാൻ. സോ ഐ പ്രിപ്പയർ ലഞ്ച്. ഒരു 2-3 വെജിറ്റബിൾസിൻ്റെ ഉള്ളത്തൊക്കെ വേണം. ആൻഡ് അങ്ങനെ എന്തെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് വി വിൽ ഈറ്റ് ലഞ്ച്. ഐ ആം ബാക്ക്. അപ്പോൾ അതൊരു പ്രൊമോഷണൽ കോളായിരുന്നു, വീണ്ടും ഒരു കോളാക്കി. സോ പിന്നെ ലഞ്ച് കഴിക്കും നമ്മൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കും. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, മന്ദിച്ചിട്ട് എവിടെയെങ്കിലും ഇരിക്കും.
ആ ടൈം ചിലപ്പോൾ എബ്രു ഉറങ്ങും, അല്ലെങ്കിൽ അവൻ കളിക്കും, അവൻ്റെ കൂടെ ഇരിക്കും. പിന്നെ ഈവനിങ് ബേബി ജിം പോകും. ബേബി ഈവനിങ് ആണ് ജിമ്മിൽ പോകണം. ഇപ്പം ജിം പോയി വരുമ്പോൾ ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കി വെക്കണം, അതിൻ്റെ തിരക്കിലായിരിക്കും. പിന്നെ എബ്ബുനെ കളിക്കാൻ പുറത്ത് കൊണ്ടുപോകണം. ആൻഡ് വന്നിട്ട് വീണ്ടും അവനൊരു കുളിയുണ്ട്. രാവിലെ കുളിപ്പിക്കും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഈവനിങ്ങും കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കുളിപ്പിക്കും അവനെ. അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു 6:37 ആവും ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവും ടൈം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ജീവിതം. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവൂല, ഇടയ്ക്ക് എനിക്കൊരു ഗിൽട്ട് അടിക്കും, പക്ഷെ ഒന്നും ചെയ്യണില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ചെയ്യാം, കഥ പറയാം വ്യൂവേഴ്സിനോട്. പുറത്ത് പോണതും വീട്ടിൽ ചെയ്യണ കഥയൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു മൂവി, എന്നും സ്വന്തം പുണ്യാളാണ്, നമ്മളെ അനശ്വരയുടെ മൂവിയാണ്. നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്, നോക്കിയപ്പോൾ നല്ല മൂവിയാണെന്നാണ് പറയണത്. സോ നമ്മളെന്തായാലും പോയ സ്ഥിതിക്ക് നമ്മളെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയുമല്ലോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഇത് ബ്ലഷാണ് ആക്ച്വലി, ഞാൻ എല്ലാം ആയിട്ടിടും. എബ്ബു ഇന്ന് ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല, ഫുൾ കളിയായിരുന്നു. ഇപ്പോൾ ഉറങ്ങിയപ്പോൾ ഒരു 7 ആയിട്ടുണ്ടാവും. നമുക്ക് മൂവി ടൈമിങ്സ് 9:40. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ ചാൻസ് ഇല്ല മൂവി ചെയ്യുമ്പോൾ, പക്ഷേ മൂവി സ്റ്റാർട്ടാകുമ്പോൾ. ഇപ്പോൾ ഉറങ്ങിയിരിക്കും. പിന്നെ അവന് ഉറക്കം വരുമ്പോൾ ഉറങ്ങണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ഉറക്കി അവനെ കുളിപ്പിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ഒരു കുളി ഉണ്ടെന്ന്. 6:30 ആകുമ്പോൾ അവൻ വന്നു. ആക്ച്വലി കളിച്ചൊക്കെ നമ്മൾ വന്നു. ഞാൻ ഫ്രഷ് ആകുമ്പോൾ അവനും ഫ്രഷാക്കി അവനെ കുളിപ്പിച്ച് പിന്നെ ഫീഡ് ചെയ്തപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. സോ ഐ തോട്ട് ഓക്കെ അവൻ ഉറങ്ങട്ടെ, ഞാൻ റെഡി ആവാന്ന്. അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബ്ലഷ് ബ്ലൈൻഡ്നെസ് എനിക്കിഷ്ടമാണ് ബ്ലഷ്. So I think this is my first video New Year, right? Happy New Year guys. Yeah. അപ്പോൾ ഷുഗർ ഒന്നും കഴിക്കാതെ 2 weeks ആവാറായി. Jan 17 തുടങ്ങിയത്. ടുഡേ ഈസ് 24th ആണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. സോ AC-യുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമല്ലേ, ഗിറാന്ന്. ഞാൻ ഒരു ലൈറ്റ് ഓഫ് ആക്കി നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് മതി, എന്തിനാ ഓവർ ലൈറ്റ്? അത് ഇടുമ്പോൾ തന്നെ മുഖത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. ദിസ് ഈസ് ഇനഫ്, നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം അത്ര മതി. ലൈറ്റായിട്ടൊരു ഐലൈനർ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, കണ്ണിനൊരു ജീവൻ വെക്കാൻ. തലകെട്ടാണല്ലോ. ആക്ച്വലി ബേബി വരാറായി ജിമ്മിൽ നിന്ന്. യെസ്, വന്നു. നല്ല ആയുസുണ്ട്. അപ്പോൾ ആളിപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസിലാണ്. കുറച്ച് തടിയൊക്കെ വെച്ചപ്പോൾ നല്ലോണം ഹെൽത്തി ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ഇടട്ടെ ഗൈസ്. യെസ്, ഫൈനലി ഐലൈനർ ഇട്ടു. ഐലൈനർ ഇടാൻ എനിക്ക് ഇപ്പോഴും പ്രോപ്പർ അല്ല ആക്ച്വലി. സംടൈംസ് നന്നായിട്ട് വരും, സംടൈംസ് ഭയങ്കര അപാകത, വാട്ട് യു സേ, അതായിരിക്കും. ഇന്ന് കുഴപ്പമില്ല കേട്ടോ, ഇന്ന് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഷുഗറൊക്കെ കഴിക്കാത്തതുകൊണ്ട് മുഖമൊന്നും ചെറുതായ പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വീർത്തിരിക്കും. നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ ഒരു പഫിനെസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ട്. ബേബിയുടെ നന്നായിട്ട് കുറഞ്ഞ പോലെ ഉണ്ട് മുഖത്തിൻ്റെ ആ ഒരു പഫിനെസ്. ഞാനും ബേബിയാണിപ്പോൾ
ഈറ്റ് ഹെൽത്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് തുടങ്ങിയത്. ബാക്കി സോനു സുനു സൈഗു തുടങ്ങാനുള്ള പ്ലാനിലാണ്. പ്ലാനിന്നും എക്സിക്യൂട്ട് ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആക്കുമായിരിക്കും സ്ലോലി. അപ്പോൾ കണ്ണിലും വിടാം. ഗൈസ്, ഹവ് യു ഓൾ? കുറേ ദിവസമായി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതെ, ഇൻട്രാക്ട് ചെയ്യാതെ. സോ ഫോൺ തന്നെ ഞാൻ നോക്കാറില്ല, യു നോ റൈറ്റ്. എന്നോട് ഫോൺ ലവ്. എൻ്റെ ഫോൺ തന്നെ അവിടെ ഇവിടെ ഉണ്ടാവും. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇങ്ങനെ ഫോണിൽ കുത്തിയിരിക്കണം. എനിക്കിഷ്ടമല്ല. എനിക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിലും ഐ ബി സിറ്റിംഗ് ക്വയറ്റ്ലി സംവെയർ, എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പണ്ടൊക്കെ അങ്ങനെ ഫ്രീ ടൈം ഉള്ളപ്പോൾ ഐ ജസ്റ്റ് ടേക്ക് ദ ക്യാമറ ആൻഡ് ഡു വ്ളോഗ്സ്. ഇപ്പം എനിക്ക് കുറച്ച് മടി തന്നെ പറയാം. ആ മടിയൊക്കെ മാറ്റണം ഇൻഷാ അല്ലാഹ്. എപ്പോഴും നമ്മൾ ഒരേപോലെ പറ്റൂലല്ലോ, എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ഫോർ മോംസ്. അതുകൊണ്ട് ഒന്ന് എനർജറ്റിക് ആവണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഐ ആം റെഡിയാ. ഞാനിപ്പോൾ ക്രീം ബ്ലഷ് അല്ല ഇട്ട, കുറച്ച് നമുക്ക് പൗഡർ ബ്ലഷ് ഇടും. ഐ ലവ് ബ്ലഷ്, ഐ ഡോണ്ട് നോ വൈ. കൂടുതലായിപ്പോൾ ഒരു ആറടി ഇടിച്ചേന്ന്. കൂടുതലാണോ? നോ റൈറ്റ്. ഇപ്പാണ് ഉറങ്ങിയത്. ഒരു 15 minutes ആയിട്ടുള്ളൂ. എനിക്കുള്ള ചാൻസ് ഇല്ല. അവന് ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കും. ബ്ലാങ്കറ്റ് ഇഷ്ടമല്ല ആക്ച്വലി ആൾക്ക്. അപ്പോൾ ലാസ്റ്റ് ഒരു ഐറ്റം ഇടാൻ ബാക്കിയുണ്ട്. അത് തീർന്നു ആക്ച്വലി. മേടിക്കണം. ഒരു കുഞ്ഞ ട്യൂബാണത്. വലുത് മേടിക്കണം നെക്സ്റ്റ് ടൈം. ഓ മൈ ഗോഡ്, തീർന്നു ഗൈസ്. ഓ നോ, എബ് പറയണ പോലെ. ഓ നോ, oh got it. Oh my god guys, അപ്പോൾ നിങ്ങൾ ന്യൂ ഇയർ ആയിട്ട് എന്താണ് റെസൊല്യൂഷൻ എടുത്തിട്ടുള്ളത്? എല്ലാവരും ലൈക്ക് കുറച്ച് ആൾക്കാർ മെലിയണമെന്നായിരിക്കും, കുറച്ച് ആൾക്കാർ നന്നായിട്ട് പഠിക്കണമെന്നായിരിക്കും, കുറച്ച് ആൾക്കാർ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടിരിക്കണമെന്നായിരിക്കും. സോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് റെസൊല്യൂഷനൊന്നുമില്ല. ഐ വോണ്ട് ടു ഈറ്റ് ഹെൽത്തി ആൻഡ് ഒന്ന് ഹെൽത്തൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കണം. വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് സ്ലോലി ഒന്ന് വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പ് ഫുഡ് ഡയറ്റ് ഒന്ന് കറക്റ്റാക്കി കൊണ്ടുപോകണം. ആ ഒരു ഹെൽത്തി ഈറ്റിങ്ങിലോട്ട് അഡാപ്റ്റ് ആവണം. ദാറ്റ്സ് ദ മെയിൻ തിങ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. ഞാൻ ലിപ് ലൈനർ എഴുതാറില്ല. ഇന്ന് നമുക്ക് എഴുതി നോക്കട്ടെ. ആക്ച്വലി ഐ ഹാവ് ഓൺലി 1 ഷെയ്ഡ്. അതും മാച്ചില്ല. ഷാർപ്പില്ല ഗൈസ്, വെറുതെ. വെറുതെ കുളവാക്കണ്ട നമുക്ക്. ഐ തിങ്ക് ഐ എം റെഡി. ബേബി വന്നിട്ടുണ്ടാവും. നമുക്ക് താഴെ പോയിട്ട് ബേബിക്ക് ഡിന്നർ ഉണ്ടാക്കി കൊടുക്കാം.
Okay, this is main thing. ഇപ്പോഴാണ് ഒരു റെഡിയായ ഫീൽ കിട്ടണത് അത് അടിക്കുമ്പോൾ. നൈസ് റൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി കിച്ചണിൽ കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ ഇന്ന് ഡിന്നർ ഞാൻ ഉണ്ടാക്കാൻ പോണത് ബേബിക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടൊരു ഓംലെറ്റ് ആണ്. യു ഗൈസ് മേ ബി നോയിങ്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ. സിപ്പ് ബൈ സിപ്പ് കുടിക്കണമെന്നാണ് എനിക്കറിയാം. ബട്ട് സംടൈംസ് അങ്ങനെ കുടിച്ചു പോകും. സംടൈംസ് അല്ല, എനിക്ക് എപ്പോഴും അങ്ങനെ കുടിക്കണ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഞാൻ ഒരു അനിയൻ എടുത്തിട്ടുണ്ട്, ഹാഫ് ടൊമാറ്റോ, പിന്നെ ഹാഫ് ക്യാരറ്റ്. ഇത്ര ക്യാബേജ് ഒന്നും ഇടൂലേ, ഇതിന്ന് ഒരു പീസ് എടുക്കും. പിന്നെ ചീര, ഉലുവ ചീര ഉണ്ടല്ലേ, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇടാറുണ്ട്. എനിത്തിങ്, എന്ത് വെജിറ്റബിൾസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ അത് നിങ്ങൾക്ക് എടുക്കാം. എടുത്തിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാം. ഇറ്റ്സ് വെരി ഹെൽത്തി, അടിപൊളിയാണ്. ആക്ച്വലി നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ 17th തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം, ഹെൽത്തി ചെയ്ത് തിന്നാന്ന്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്, ജങ്ക് കഴിക്കാറില്ല, ബേക്കറി ഐറ്റംസ് കഴിക്കാറില്ല, ഒന്നും കഴിക്കാറില്ല എന്നല്ല, വേണ്ടാത്ത ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ വീട്ടിൽ തന്നെ വെജിറ്റബിൾസ് അങ്ങനെ ഇങ്ങനെയൊക്കെ എത്ര ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമോ അങ്ങനെയാണ് കഴിക്കണത്. അപ്പോൾ ഞാൻ ഈ ഒരു 1.5 വീക്കിൽ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ചിക്കൻ, അൽഫാം, ഗ്രിൽഡ് പോലെയൊക്കെ, അങ്ങനെയൊക്കെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴും എനിക്ക് അതൊക്കെ വ്ളോഗ് ചെയ്യായിരുന്നു. അപ്പോഴും ഭയങ്കര മടി പിടിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്തത്. ബിക്കോസ് അല്ല, കുക്ക് ചെയ്യാൻ എനിക്ക് മടിയില്ല, അത് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറ്റ് ടേക്സ് ലോട്ട്സ് ഓഫ് ടൈം. മനസ്സിലായോ? നമ്മളിങ്ങനെ കാണിക്കണ പോലെ അല്ല. യൂഷ്വലി ഞാൻ കുക്ക് ചെയ്യാൻ ഐ ടേക്ക് ലിറ്റിൽ ടൈം. അപ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുത്ത് ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ പിന്നെ എഡിറ്റ് ചെയ്യാനിരിക്കണം, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു മടി പിടിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിച്ചണിൽ വന്ന് ഉണ്ടാക്കിയിട്ട് പോകും. അതാണ് അതൊക്കെ വ്ളോഗ് എടുക്കാത്തത്. ബട്ട് ഇപ്പോൾ വ്ളോഗ് എടുത്ത സ്ഥിതിക്ക് ഇനി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നമ്മൾ റെസിപ്പീസൊക്കെ വെയിറ്റ് ലോസ്, ഇറ്റ്സ് നോട്ട് ഫോർ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ ഇത് കഴിച്ചാൽ നല്ലത്. ബിക്കോസ് ദ ഓൺ ഗെയിൻ മച്ച് വെയിറ്റ്. നമ്മൾ വേറെ ഒക്കെ കഴിക്കുമ്പോൾ കുറെ വെയിറ്റ് ഗെയിൻ ആവുമല്ലോ, കുറെ ഓയിലും അത് ഇതൊക്കെ ഇട്ട് കഴിച്ചാൽ കുറെ വെയിറ്റ് ഗെയിൻ ആവും. അപ്പോൾ ഡയറ്റിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അയ്യോ മേക്കപ്പ് ഒക്കെ പോകുമെന്ന് തോന്നുന്നു. ആദ്യമേ ഞാൻ ഇത് ചെയ്ത് വെച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇട്ട ഒരു ഓംലെറ്റ് ആണ്. ഓംലെറ്റിൽ ഒബ്വിയസ്ലി എഗ് ഉണ്ടാവും. വെജിറ്റബിൾ മാത്രമായിട്ടുള്ള ഓംലെറ്റ് ആണെങ്കിൽ ബേബി കഴിക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. അപ്പോൾ എഗ് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അപ്പോൾ ഈ ഒരു ഒനിയൻ ഞാൻ പെട്ടെന്ന് കട്ടാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്തത് മൊത്തം കഴിക്കളേണ്ടി വരും. മസ്കാര ഒക്കെ ഇപ്പോഴത്തെ ബോർഡ് വുഡൻ ബോർഡാണ്, നമ്മൾ പ്ലാസ്റ്റിക് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. വുഡൻ ബോർഡിലാണ് ഞാൻ കട്ട് ചെയ്യണം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ടൊമാറ്റോ കട്ടാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ റീസെൻ്റ്ലി ആണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത്. നമ്മൾ യൂഷ്വലി വേറെ ടൈപ്പ് അല്ലേ ഓംലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ കുറെ പിള്ളേർക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർ വെച്ചോളും ഓംലെറ്റാന്ന് വിചാരിച്ചിട്ട്. ചില പിള്ളേർ അറിഞ്ഞൂടെ ഗൈസ്, ഭയങ്കര ബുദ്ധി ഉള്ള പിള്ളേരാണെങ്കിൽ ഇതിൽ വെജിറ്റബിൾസ് കാണാലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. നമ്മളാണെങ്കിൽ കഴിക്കും. എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് ഇന്നലെ. ഒന്ന് ബ്ലാക്ക് പോലെ ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് വാഷ് ചെയ്യും. അതിന് ഗ്രേറ്റ് അല്ല, തൊലി കളഞ്ഞ് വെച്ചതാണ്. ഒന്നുകൂടെ അമ്മാടിലത്തെ പോർഷൻ നമുക്ക് കളയാം. ഞാൻ ഇന്ന് ഫുൾ ബിസി ആയിരുന്നു ആക്ച്വലി.
ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മമ്മനെ ഞാൻ ഒരു 2-3 ടൈംസ് വീഡിയോ കോൾ ചെയ്യും എബുനൊക്കെ കാണിക്കാൻ. ഇന്ന് ഞാൻ ഈവനിങ് ചെയ്തത്, മോർണിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മ വാസ് ലൈക്ക് ഇപ്പോഴാണ് എൻ്റെ മോൾക്ക് സമയം കിട്ടിയത്. നമ്മുടെ വോയിസ് ഒക്കെ ആണെങ്കിൽ കോൾഡായിട്ട് ഫുള്ള് വോയിസ് ഒക്കെ പോയിരിക്കുക. മമ്മക്കാണെങ്കിൽ നമ്മളെ കാണണം, മിസ്സാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങോട്ട്. ഇവിടെ പിള്ളേർക്കാണെങ്കിൽ എക്സാം, അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇവരില്ലാണ്ട് എനിക്ക് പോകാനും പറ്റില്ല, എനിക്കിഷ്ടമല്ല. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോണത് അവർക്കും ഇഷ്ടമല്ല, എല്ലാവരുമായിട്ട് പോണത് അവർക്ക് ഇഷ്ടം. ബേബി ജിമ്മിൽ നിന്ന് വന്നിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ റെഡിയായത് നന്നായി, ബിക്കോസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടില്ല. സോനു ആക്ച്വലി ഷീസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സോനു കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കും, എക്സാം അല്ലേ. നാളെ സാറ്റർഡേ സൺഡേ 2 days ലീവ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഷീസ് സ്റ്റഡി, ഗുഡ് തിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൂ റെഡി ആവുമായിരിക്കും. അപ്പം ഞാൻ നേരത്തെ റെഡി ആയിരുന്നൊന്നും വലിയ ഇതൊന്നും ഇല്ല, സീനൊന്നും ഇല്ല ഗൈസ്, ബിക്കോസ് പിന്നിരിക്കാലോ ഇന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുട്ടാപ്പി എണീച്ച്, എന്തായാലും എണീറ്റ് നന്നായി. ഇപ്പോൾ 1 hour ഉറങ്ങി അവൻ. അപ്പോൾ കൂടുതൽ ഉറങ്ങിയാൽ പിന്നെ നമുക്ക് തിയേറ്ററിൽ ഉറങ്ങൂല. നമുക്കിനി ബേബി കളർ ഡിന്നർ, അതെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണം, ഒന്ന് സോർട്ട് ചെയ്യാം. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണേ, ഇച്ചിരി ഒരു 1/2 tablespoon. കുറച്ച് നല്ലതാണ്, കുറേ ആകുമ്പോഴാണ് അത് നല്ല അല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ ചീര ഉണ്ടെന്ന്, ഉള്ള ചീര അതും എടുത്തിട്ടുണ്ട്. സോ നമുക്കെല്ലാം ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ഇട്ടു. ആക്ച്വലി ഞാൻ എടുത്ത ക്യാബേജ് ഇത്ര കൂടിയാണ്, നമുക്ക് മാറ്റി വെക്കാം. അത്ര ക്യാബേജിന്റെ ആവശ്യമില്ല നമുക്ക്. ആ കുഞ്ഞ പീസ് വേണ്ട ഇച്ചിരിയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇറ്റ്സ് എ ലോട്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. സോ വിൽ സോർട്ട് എവറിത്തിങ്. ഉറക്കം കഴിഞ്ഞില്ല നമ്മുടെ മുത്തിന്റെ, ഇന്നത്തെ മൂഡ് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇവന്റെ ഐ ഹോപ്പ് എവറിത്തിങ് ടേൺസ് ഗുഡ്. അപ്പോൾ നമുക്ക് സോർട്ട്. ആക്ച്വലി ഇപ്പോൾ ഒരു 8 o'clock ആയി. നമുക്ക് 8:30 ഇവിടെ നിറങ്ങണമെന്നാ ബേബി പറഞ്ഞു. എബ്രു കുളിച്ചിട്ടല്ലേ ഉറങ്ങി, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഡ്രസ് ഇട്ടാണ്. ഞാൻ ഓൾറെഡി റെഡിയാണ്. കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്, മേക്കപ്പ് ഒക്കെ റെഡി. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ ഇറ്റ് ടേക്സ് 2 minutes. അപ്പോൾ ബേബിക്ക് ഡിന്നർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പോപ്കോൺ എത്ര കൊതി വന്നാലും കഴിക്കരുത് കേട്ടോ. നോ, ഞാൻ കഴിക്കൂല, നിങ്ങൾ വായി വെച്ച് തരാതിരുന്നാൽ മതി. എപ്പോഴും ബേബിക്ക് നമ്മളിങ്ങനെ കൊടുക്കുമായിരുന്നു. ഞാൻ കഴിക്കൂല, എനിക്ക് കൺട്രോൾ ഉണ്ട്. നിങ്ങൾ തരൂ എനിക്ക് വായ വെച്ചിട്ട്, അങ്ങനെ തരാതിരുന്ന മതി ബേബി പറയണം. 8 കഴിഞ്ഞ് ഇപ്പോൾ 20 minutes ഉണ്ട് ടൈം. അതിലിതാവും ഈസി. വെജിറ്റബിൾസ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി. അല്ല എബ്രോ നമ്മുടെ മുട്ടിന്റെ ഒപ്പം ഇല്ല.
വരൂ സംസാരിക്കൂ. ഹെൽത്തി മാൻ. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഭാര്യ ഭർത്താവ് ഈറ്റ് ഹെൽത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. ഡയറ്റ് ഒന്നുമല്ല ഈറ്റ് ഹെൽത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അപ്പോ നിങ്ങൾക്കും അങ്ങനത്തെ റെസൊല്യൂഷൻ ഒക്കെ എടുക്കാം ഇടയ്ക്ക്. പിന്നെ കൊതിയൊക്കെ വരും, അത് വേറെ കാര്യം. ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ 17th Jan 17th ഒന്നരാഴ്ചയായിട്ട് ഞാൻ ഹെൽത്തി ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് ചെറിയ വർക്കൗട്ടും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2025 നല്ല ലക്ഷ്യമായിരിക്കും. ഈ ത്രൂ ഔട്ട് ഇയർ അങ്ങനെ ആവട്ടെ. ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾ റെസൊല്യൂഷൻ ഒക്കെ എന്താ പറയുന്നു. നിന്റെ ഫസ്റ്റ് വ്ളോഗാണല്ലേ? അയ്യോ എല്ലാരും ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇൻബോക്സ് വരുന്നുണ്ട്. ഒരുപാട് ഇൻബോക്സ് വരുന്നുണ്ട്. ഇത് എന്താണ് വ്ളോഗ് ചെയ്യാത്ത, എന്താണ് വ്ളോഗ് ചെയ്യാത്ത, ഷോർട്ട് വീഡിയോ മാത്രം ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ്. മടിയായിരുന്നു, അതാണ് സത്യാവസ്ഥ. മടിയായിരുന്നു. എനിക്കങ്ങനെ ആ ഒരു മൂഡ് വേണം, എനിക്ക് ആ ഒരു എനർജി എന്നിൽ വരണം. യെസ് മൈ ഷുഡ് ഗോ, ഇറ്റ്സ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. I was like not at all interested in it. So yeah, today I thought, why not a vlog, right Ebru? ചൂടെടുക്കണം നമുക്ക്, എനിക്ക് ചൂടെടുക്കുന്നത്. ഓ ഇന്ന് രാവിലെ നേരത്തേക്ക് അതായിരുന്നു വീഡിയോ എടുക്കണ്ടേ. നിങ്ങളെ ഞാൻ കിച്ചണിൽ നിന്ന് വന്ന് നോക്കുമ്പോ ആള് റെഡ് 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 ആയിരിക്കണം ബേബി ഫേസ് ഒക്കെ. ബേബിനെ ജസ്റ്റ് തൊട്ടാൽ മതിയല്ലോ. ഇങ്ങനെ ചുമ്മാതിരിക്കണം മുഖമൊക്കെ. അപ്പോ എന്താണ് കുട്ടി ഇവന്റെ അവസ്ഥ പറഞ്ഞു. യൂഷ്വലി അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ബേബി വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അവരുടെ കുടുംബമൊക്കെ. ഇത് അതിന് കൂടെ ടൈം കിട്ടില്ല. കയ്യും കാലും പൊക്കാൻ ടൈം കിട്ടില്ല, ഫുള്ള് ലോക്കാണ്. ഓക്കെ ഓക്കെ ഞാൻ പിന്നെ ചോദിക്കൂലെന്ന് വിചാരിച്ച ഹൗസ് ഇട്ടും. പിന്നെ ഇത് ഉണ്ടാക്കി തന്നതല്ലേ ഇതിനു മുമ്പ്. പിന്നെ വ്യൂവേഴ്സിനൊന്നും അറിയാൻ വേണ്ടിട്ട് നമ്മള് അത്ര വെജിറ്റബിൾസ് വെറുതെ എടുത്തിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല. ഫുള്ള് ഒന്ന് വാടി അതിന്റെ ഒപ്പം എഗ്ഗും മിക്സ് ആയി ഫുള്ളായിട്ടൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നൈസാ. എനിക്ക് ഇങ്ങനെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ വർഷം പറയണത് മറ്റേ വെജിറ്റബിൾസ് എല്ലാം തരില്ലേ. I thought of giving you oats today dinner ആയിട്ട്. ഞാൻ പറഞ്ഞോണ്ടാ ഇതാക്കി. ഒരു മീലായിട്ട് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് അത്ര വെയിറ്റ് കൂടണ്ട. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഗൈസ്. പോപ്കോൺ കണ്ട കിളി പോകുന്ന നമുക്ക് നോക്കാം ഇന്ന്. വാരി വെച്ച് തരാതിരുന്നാ മതി. എപ്പോഴും ബേബിക്ക് പറ്റണതാണ്. ബേബി കൺട്രോൾ ആക്കും, നല്ല കൺട്രോൾ ആക്കും. എനിക്ക് കൊണ്ടു വായി വെച്ച് തരും. അപ്പോഴാണ് അറിയാണ്ട് വളർന്നു പോകും. കിളിയോ തുപ്പാൻ പറ്റില്ലല്ലോ. ഓക്കെ, എനിക്കും എന്റെ ഡിന്നർ കഴിച്ചിട്ട് വേണം പോവാൻ നമുക്ക്. വി ഹാവ് ഓൺലി 6 minutes ലെഫ്റ്റ്, റൈറ്റ്? 8:30 ഇറങ്ങണം. അപ്പോ ഇവിടെ എന്താണ് ഉമ്മമോൻ ചെയ്തോണ്ടിരിക്കുക. എബു ഓൾറെഡി കുളിച്ച് ഫ്രഷ് ആയി. അവിടെ ഒരു കുട്ടൻ ഉറങ്ങണയാണ്. എബു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. എബു ഡിന്നർ കഴിച്ചിട്ട് ഡ്രസ് മാറിയാ മതി. ഹീസ് റെഡി ആക്ച്വലി. എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് ഇന്ന് ശരിക്കും ഒരു സൂപ്പർ വുമൻ ഫീൽ ആയിരിക്കും. അത്രക്ക് ഒന്നിച്ചാടെ എല്ലാം ചടപട ചടപട ചടപടേ. എല്ലാം എനിക്ക് അറിഞ്ഞൂടാ. ഇത് പിന്നെ കുറുക്കായതുകൊണ്ട് കഴിക്കുമായിരിക്കും. യൂഷ്വലി ലഞ്ചൊക്കെ ആണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും ഗൈസ്. ഇത് ഞാൻ കുറുക്കാക്കി കൊടുത്തതാ ബിക്കോസ് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി. ഉച്ചക്ക് അവന് ഞാൻ ലഞ്ചാണ് കൊടുത്തത്. ചോറ്, ദാൽ,
ചീര and all. Okay, that's it guys. ഉലുവച്ചീര. Whatever is ചീര, right? ചീരക്ക് വേറെ ഗുണം, ഉലുവച്ചീരക്ക്. Okay guys, ഉലുവച്ചീരയാണ് guys. അപ്പോ സുനു റെഡിയാണ്. സുനു ക്രോക്സ് ഒക്കെ തുടക്കാൻ പോകുന്നു guys. വൈപ്പ് ചെയ്യാൻ പോകുന്നു. Let her carry on and I'll go to the kitchen guys. ഓ ഇത് എക്സ്പ്രസ് പോലെ ഉണ്ട്. ഇത് എനിക്കുള്ള ഓംലെറ്റ് ആണ്. കത്തിട്ടുണ്ടാവും ഗൈസ് വ്ലോഗ് കഴിഞ്ഞ് വരുമ്പോ. സോ ഐ മീറ്റ് ദിസ് ഗൈസ്. ഐ ആം റെഡി. ഞാൻ മാത്രമല്ല എല്ലാവരും റെഡി. ഞാൻ ആദ്യം തൊട്ട് റെഡി ആവാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഞാനാണ്. ബിക്കോസ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഫിനിഷ്. എല്ലാം കഴിഞ്ഞ് പറന്ന് നടന്ന് വർക്ക് ഫിനിഷ് ചെയ്യണത്. പിന്നെ എന്റെ ഡേറ്റിംഗിന്റെ മെയിൻ എന്റെ എന്താ പറയാ ന്യൂട്രീഷൻ എന്ന് പറയാൻ പറ്റും. അതെ, ഞാൻ ഫുള്ള് ബോഡി സെറ്റ് ആക്കി പിന്നെ അത് നമുക്കിപ്പം പറയണ്ടെന്ന്. നമുക്ക് സെറ്റ് ആക്ക പിന്നെ നമുക്ക് കാണിക്കണം. മനസ്സിലായില്ലേ? അല്ല ഇനി ഇന്റർവെല്ലിൽ കാണിക്കാം പോപ്കോൺ അടുത്ത് വെച്ച് ലാർജ് പോപ്കോൺ. Because we had our dinner, right? Soon എപ്പോഴും ഇങ്ങനെ മൂവി പോകുമ്പോൾ ചോദിക്കും. We both plan because we sit together. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും സുനു ഇന്നെന്താ എടുക്കണ്ടേ. അപ്പൊ അവളൊരു തിങ് എടുക്കും, ഞാനൊരു തിങ് എടുക്കും. And we share and eat. ഇവര് വേറെയാണ്, നമ്മൾ രണ്ടുപേരാണ്. അല്ല ഇന്ന് I will not eat baby. ഞാൻ കഴിച്ചു, എനിക്ക് വേണ്ട. പക്ഷെ നീ കഴിക്കുമോ അത് ഉറപ്പാ? I bet you I'll not eat. നോക്കാം. അല്ല അങ്ങനെയല്ലല്ലോ, ഞാൻ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഹെൽത്തി ഫുഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ മൈൻഡ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടാം. ഞാൻ പിന്നെ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് പിന്നെ അത് ചാഞ്ചാടി ആടാണ്ട് എനിക്ക് പിടിച്ചു വെക്കാൻ മൈൻഡ് ഉണ്ട്. ഇങ്ങനെ ആദ്യം പറയണ ഞാൻ കഴിക്കൂലായിരുന്നു ഫീറ്റിംഗ് അപ്പൊ. പക്ഷെ വേണ്ട, ബേബി കഴിക്കാതിരിക്കുമ്പോ പിന്നെ വേണ്ട. എവിടെ നമ്മള് മുതലാളി, എവിടെ വീട്ടിലത്തെ മുതലാളി? ഓ പറയൂ സുനിത, പറയണ്ടോ? നമ്മള് ചെറിയ മുതലാളിക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞ പിന്നെ ഒരു ഇതില്ല, അവന് പോണം. ഒരു മുതലാളി കണ്ടില്ലേ ഉറങ്ങണ ഇവിടെ. അപ്പൊ നമ്മളെല്ലാരും റെഡിയാണ്. സോ ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം. ഞാൻ നേരത്തെ ഇട്ട ഷർട്ട് മാറ്റി ബിക്കോസ് എന്റെ മാപ്പിലേക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്ലാക്ക് ഷർട്ട്. സോ ഐ വോർ ഐ എം വെയറിംഗ് സംതിങ് അല്ല, കാണിച്ചു കൊടുത്തേ. ഐ എം വെയറിംഗ് വൈറ്റ് ഷർട്ട്. ഇയാളുടെ പ്രശ്നം എന്തായിരിയോ, ഒരു സാധനം മേടിച്ചു തരുവേ, അത് ഒരു പാന്റിന്റെ ഒപ്പം പേര് ചെയ്യുമ്പോ ഹീൽസേ ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇന്ന് കോസ്റ്റ്യൂം. അതേ ഷർട്ട് വേറെ പാന്റിന്റെ ഒപ്പം പേര് ചെയ്യുമ്പോ ഇതൊക്കെ എപ്പോ മേടിച്ചു തരൂ, ഒന്നിനും കൊള്ളൂല. ഞാൻ പറയൂ നിങ്ങൾ തന്നെ മേടിച്ചു തന്നതാണ്. നമ്മുടെ മുത്തും ഫുൾ മഞ്ഞക്കിളി. ഞാനും അല്ലെ ഒരു ക്രീം വൈറ്റ് എല്ലാരും ഡാഡിന്റെ ജീൻ ബ്ലാക്ക് യെല്ലോ മഞ്ഞക്കിളി. എവിടെ മൊത്തം ലേറ്റ് ആവണത് ഇവിടുന്ന് പറന്നു പോവാൻ വേണ്ടി സെയിം ടീഷർട്ടാണ് സൈഗുര ഫസ്റ്റ് ഇട്ടത്. പക്ഷെ സൈഗുന് കുറച്ച് വയറുള്ളതുകൊണ്ട് വരുന്നൊരു മിസ്റ്റേക്ക് അല്ല, അതുകൊണ്ട് മാറ്റി നോക്കുമ്പോ എബ്രൂന്റെ അടുത്തോണ്ട് ഇത് തന്നെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓ വെരി ഇമ്പോർട്ടന്റ്. എന്റെ ചാനലും ബ്ലോഗ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു ഫൺ ബ്ലോഗ് ഞാൻ നാളെ ചെയ്യും. ആക്ച്വലി അത് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചാ പിന്നെ മഷി തുടക്കം കുറിച്ചുകൊണ്ടിട്ട് ഞാൻ പിന്നെ വിട്ടുകൊടുത്തു. ആണോ, നല്ല മാപ്പിള ഗൈസ്. അപ്പോ നമുക്ക് പോവാല്ലേ എന്റെ കുഞ്ഞു കൈഷ്, നമുക്ക് പോവാല്ലേ എന്റെ മോനെ, പോവാല്ലേ. ഓ ലിപ്സ്റ്റിക് ഒക്കെ ആയി കഴിഞ്ഞ ഡ്രസ്സിലോ. അല്ല സോ ലൈറ്റ് ഓഫ് ആയി ഗൈസ്. അപ്പൊ നമുക്കിനി കാലിക്കേറാ. ഷോ യു ദ ബൊഗൻവില്ല. കാണാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. ലുക്ക് അറ്റ് ദിസ്. ആ കാണുന്നുണ്ട്, കൊള്ളാം. പിങ്കും വന്നിട്ടുണ്ട്, പിന്നെ ഈ ഒരു വൈറ്റ് ഫ്ലവറും ഉണ്ട്. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് വരട്ടെ, പുറത്തിറക്കിട്ട് വേണം കയറാൻ. എനിക്ക് ആ സൈഡിലോട്ട് പോയ എബിനുമല്ലോ കൊള്ളും. ഐ മീൻ എന്താ ടച്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറാം. ജൈകം ഉറക്കപ്പിച്ചാന്ന് തോന്നണം.
അപ്പോൾ സോനും കേട്ടടിച്ച് വരും. നമുക്ക് കേരാല് കുട്ട നമ്മുടെ മുത്ത്. അബൂ നമ്മൾ എവിടെ പോണേ? അബൂ നമ്മൾ എങ്ങോട്ട് പോന്നേ? ശരിക്കണായിരുന്നല്ലോ. എങ്ങോട്ട് പോണേ? വയ്യോ അങ്ങനെ വയ്യോ വയ്യോ അങ്ങനെ പോ. ഓ ബേബി എബും വയ്യോ ഉറങ്ങണ. വയ്യ ഉറങ്ങണ കൊണ്ട് എബു ഉറങ്ങി. വയ്യ ഉമ്മി ഒങ്ങട്ടെ. ഉമ്മി ഒങ്ങി. ഗുഡ് നൈറ്റ്. കളിയാക്കണേ. ഫുള്ള് കാർട്ടൂണുണ്ട് ഇതൊക്കെ. ഞാൻ നിങ്ങളെ നോക്കി വിളിക്കട്ടെ ക്യാമറ. വണ്ടി കേറി ബൗലെവിടെ കാണിച്ചേ? ബോൾ കാണിച്ചേ. ബ്ലൂ ബോൾ എവിടെ? അയ്യോ പോണു സൈഗു. വളവിലെല്ലാരും ബോളറിഞ്ഞവൻ. ഇതാണ് അവസ്ഥ. നമുക്കിനി അടിയിലോട്ട് എവിടെ എത്തിക്കാണോന്ന്. എവിടെ എത്തി? മൂവി സ്ഥലത്ത്. മൂവി എവിടെയാ മൂവിക്ക് പോണം? ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. So guys, finally we reached Haribari. Baune edukava. Yay, good boy. Our ഓടിക്കൊണ്ടിരിക്കുകയാണ് guys because we are late. So പാവം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വേറെ ആർക്കും സ്നേഹമില്ലാത്തതുകൊണ്ട് ഓടി guys. സ്നേഹമില്ലാണ്ട് അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീടെത്തിയിട്ട് എബ്രു ഉറങ്ങി. എബ്രുവിനെ ഉറക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ താഴെ വന്നത് ബിക്കോസ് എനിക്ക് വിശന്നിട്ട് വയ്യ ഗൈസ്. ബേബിയും നല്ല വിശപ്പെന്ന് പറയണ്ടായിരുന്നു ബിക്കോസ് നമ്മൾ 8 മണിക്കല്ലേ 8:30 ഡിന്നർ കഴിച്ചതാണ്. അതും വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു ഓംലെറ്റ്. അതിപ്പോൾ 1:30 മണിയായി വീടെത്തുമ്പോൾ. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കൂല. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അതറിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ അതറിയാം അല്ലേ. നേരത്തെ പതുക്കെ സംസാരിക്കണം, എല്ലാവരും ഉറങ്ങി. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് എനിബഡി. അപ്പോൾ നമുക്കിത് ഇവിടെ വെക്കാം. ഓക്കെ. യെസ്. ഓ ഗോഡ്, ബേബി ഫ്രഷ് ആവാൻ പോയിരിക്കുക. വരുമ്പോൾ നമുക്കിത് സെറ്റാക്കാം. 1 ബനാനോ, ഡ്രാഗൺ ഫ്രൂട്ട്, വേറെ ഒരു അനാർ കൂടി എടുക്കാം. സോ ഒരു ബൗൾ എടുക്കട്ടെ കേട്ടോ. ഈ ബൗളായിരിക്കും ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം. ഇതെല്ലാം മിക്സാക്കി കഴിക്കാം. 1 by 1 കഴിക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. ഫ്രൂട്ട് സലാഡ് പോലെ കുറച്ച് ഹണി ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ.
ക്യാറ്റാന്ന് തോന്നുന്നു സൗണ്ട് ആക്കണമുണ്ട്. ആ ബൈ ദ വേ മൂവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. നല്ല മൂവിയായിരുന്നു, ബോറൊന്നും അടിച്ചില്ല, കണ്ടിരിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രോവൽ ആകുമ്പോൾ എബുൻ്റെ ബഹളം ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ഇടയായിട്ട് മൂവി പോകുമ്പോൾ അവൻ അങ്ങനെ ഒന്നും ബഹളം ഉണ്ടാക്കാറില്ല, സൈലൻ്റ് ആയിട്ടിരിക്കും. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ, ഒരു ഒറ്റടിക്ക് ഒരു കരച്ചിൽ തുടങ്ങിയ ഒരു 5 മിനിറ്റിൻ്റെ. 5 മിനിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 2-3 മിനിറ്റ്സ്. ഞാൻ പിന്നെ അവനെ ഹാൻഡിലാക്കാൻ എനിക്കറിയാം, അപ്പോൾ എൻ്റെ നിൽക്കും. അപ്പോൾ ഞാൻ കുറച്ച് കൊഞ്ചിച്ച് എന്താന്നൊക്കെ ചോദിച്ച് ഒന്ന് കാമായിട്ടാണ് ഹാൻഡിലാക്കിയത്. നമ്മളിങ്ങനെ അവർ കരയുമ്പോൾ ഇങ്ങനെ ടെൻസ്ഡ് ആവുമ്പോഴാണ് അവർക്കും പിന്നെ കരച്ചിൽ കൂടും. അപ്പോൾ ഞാൻ ഒന്ന് കാമായിട്ട് അവനെ ഹാൻഡിലാക്കി, എന്നിട്ട് ഓക്കെ ആയി. മൂവി വാസ് ഗുഡ് കേട്ടോ, നിങ്ങൾ കാണാൻ എല്ലാവരും ആക്ടിങ് അടിപൊളിയായിരുന്നു. എവറിത്തിങ് വാസ് ഗുഡ്. ബോറിംഗ് ഒന്നും ഇല്ല ആക്ച്വലി. ഓ ഗോഡ്. പിന്നെ ഇവരുടെ അഭിപ്രായമൊക്കെ നമുക്ക് നാളെ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ വേറെ വ്ളോഗിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആക്ച്വലി. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് കളറാണ്. ഇതിൽ റെഡ് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. റെഡ് നല്ല ടേസ്റ്റാണെന്നാ പറയാം, വൈറ്റിന് അത്ര ഒരു ഇതുണ്ടാവൂലല്ലോ. റെഡ് എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാന്നൊക്കെ. ബട്ട് ഐ നെവർ ട്രൈഡ് റെഡ്. എൻ്റെ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ട്രൈ ചെയ്യണം. ഞാൻ ഇപ്പോൾ കയ്യിലൊക്കെ വെച്ചിട്ടാണ് അറിഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് പണി കിട്ടും, പറയാൻ പറ്റൂല ഗൈസ്. എപ്പോഴും കിച്ചണിൽ വരുമ്പോൾ ഒരു പണി ഞാൻ മേടിച്ചിട്ടേ പോവുള്ളൂ, അതങ്ങനെയാണ് വാസ്തവം. അപ്പോൾ ഇന്ന് ആക്ച്വലി സുനു സൈഗു they ordered popcorn, burger, nachos, പെപ്സി അങ്ങനെല്ലാം ഓർഡർ ആക്കിയായിരുന്നു. അപ്പോൾ സോനു ചോദിക്കണായിരുന്നു, മണം വന്നില്ലേ നിങ്ങൾക്ക്, തിന്നാൻ തോന്നുന്നില്ലേന്ന്. മീ ആൻഡ് ബേബി നമ്മൾ തോന്നിയെങ്കിൽ നമ്മൾ കൺട്രോളാക്കി പിടിക്കണേ. ബേബി എന്തൊക്കെയോ പറയണ്ടായിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല. ബേബി എന്തൊക്കെയോ പറയണ്ടായിരുന്നു, വേണമെന്ന് വെച്ചാൽ നമുക്ക് പറ്റുമോ എന്നൊക്കെ പറയണ്ടായിരുന്നു ബേബി. അപ്പോൾ യെസ്, വാവ്, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇത് ബൗൾ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ള അറിയാം, ബിക്കോസ് ഫുള്ള് കയ്യിലൊക്കെ കരയാവും. ഞാൻ എന്തോ പ്രിയതത്തിന് സംസാരിക്കണ പോലെ ഉണ്ട് പച്ചപ്പാതിരക്ക്. ഞാൻ യൂഷ്വലി കിച്ചണിൽ കയറാറുണ്ട് ഈ സമയത്തൊക്കെ. ചിലപ്പോൾ എനിക്ക് വിശക്കും, ബോറിംഗ് ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് എന്തെങ്കിലും ഇങ്ങനെ ഡയറ്റല്ല, ഇപ്പോഴും ഡയറ്റ് എന്നല്ല ഞാൻ പറയണേ, ഇങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കണം. മുമ്പ് ഒരേ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ പോരേ. ഇല്ലെങ്കിൽ നാച്ചോസൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഐ ലൈക്ക് ബർഗർ, നാച്ചോസ്. പോപ്കോൺ വേണമെങ്കിൽ ഞാൻ സാക്രിഫൈസ് ചെയ്യും, എനിക്ക് നാച്ചോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ഇന്ന് ആ സ്മെല്ല് കേട്ടിട്ടും ആഹാ സഹിച്ച് പിടിച്ചിരുന്നു ഗൈസ്. വേണ്ട വേണ്ട വേണ്ട. ആക്ച്വലി ഞാൻ ബേബി കഴിച്ചായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ മൈൻഡ് മാറിയെന്ന് തോന്നുന്നു. ബേബി ഒട്ടും മൈൻഡ് മാറാതെ ഇരിക്കണായിരുന്നു. അപ്പോൾ എനിക്കും തോന്നിയില്ല, പാവം തോന്നി. അപ്പോൾ തോട്ട് വേണ്ട, പാവം ഒരാളിരിക്കണല്ലേ, കഴിക്കണം തോന്നി. ബേബി കഴിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഐ വുഡ് ഹാവ് ട്രൈഡ്. അറിഞ്ഞുകൂടാട്ടാ, ചിലപ്പോൾ ഞാനും മനസ്സ് കട്ടിയാക്കിയിരിക്കുമായിരിക്കും ഇതുപോലെ. ഇതൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക്. വി ഫീൽ ഗുഡ്. എത്ര ദിവസം ഇത് ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതുവരെ ഈ ഒരു 2 വീക്സ് നല്ല ഉണ്ട്. ഒരു ബോഡിക്ക് ഒരു അസ്വസ്ഥത ഒന്നുമില്ല, ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരു അനാർ ഞാൻ
അനാറിന് എന്താ പറയണ മലയാളത്തിലും മറന്നുപോയി. ഒരു അനാർ ഞാൻ പൊളിച്ച് കഴിയുമ്പോൾ എൻ്റെ കൈ മൊത്തം നശിച്ചിട്ടുണ്ടാവും. ഇന്ന് രണ്ടാമത്തെ അനാറാണ് ഞാൻ പൊളിക്കണേ. ഓൾറെഡി മിഡ് ഡേ മീലായിട്ട് ഞാൻ ബേബിക്ക് ഒരെണ്ണം രാവിലെ കൊടുത്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. ഇവിടെ അനാർ കൊണ്ടുവന്നാൽ ഞാനേ ഇതാക്കുള്ളൂ. ബിക്കോസ് എല്ലാവർക്കും ഒരു മടി ഈ ഒരു അനാർ പൊളിക്കാൻ. ബിക്കോസ് കൈയൊക്കെ ഇതാവുമല്ലോ. ഇതാണ് അപ്പോൾ കയ്യാറായി. കുറച്ചുകൂടെ ഓക്കെ. പിന്നെന്താണ് ഗൈസ് വിശേഷങ്ങൾ? സ്കൂൾ കുട്ടികൾക്കൊക്കെ എക്സാമൊക്കെ തുടങ്ങിയോ? ഇവിടെ സ്റ്റാർട്ടായി. ആക്ച്വലി വലിയ എക്സാംസ് അല്ല, ഇങ്ങനെ നമുക്ക് ക്ലാസ് ടെസ്റ്റ്, ഐ മീൻ യൂണിറ്റ് ടെസ്റ്റ്സ് ഉണ്ടാവുമല്ലോ. സുനു സൈഗുനൊക്കെ തുടങ്ങി ഇന്ന്. സൈഗുനു മൺഡേ തോന്നുന്നു. സുനുവിന് ഇന്നായിരുന്നു ഒരെണ്ണം. നാളെ മറ്റന്നാൾ ലീവാണ്. എന്നിട്ട് മൺഡേ മുതലാണ് അവർക്ക് മെയിനായിട്ട് തുടങ്ങുന്നത്. സോ അതിനു മുമ്പ് ഒരു മൂവിയൊക്കെ കണ്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫൈനലി ഞാൻ എല്ലാം പൊളിച്ച് ആ ബൗളിലിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സെറ്റ്. ഇനി ഇത് നമുക്ക് മാളിൽ കൊണ്ടിട്ട് കഴിക്കാം. അപ്പൊ തന്നെ ഞാൻ പേടിച്ച് കൈ കഴുകണേ, അല്ലെങ്കിൽ അപ്പൊ തന്നെ കരയാവും. ഇപ്പൊ തന്നെ ഡിമ്മായി നൈസൊക്കെ. ഗായ്സ്, ഫ്രൂട്ട് ബൗൾ റെഡിയാണ്. ഇതിന് കഴിച്ചിട്ട് വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. Good morning. Good morning, my baby. Good morning, guys. ഇതെന്താണ് വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ കോൾ പറയുന്നത്? ഓക്കെ, മൈ ഹസ്ബൻഡ് ഗൈസ്. എന്താണെന്ന് ചോദിക്കാം. ഹലോ ഹലോ. വാട്സാപ്പിൽ എന്തോ അയച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ വരാം. തുടങ്ങിയപ്പോൾ തന്നെ ഒരു കോൾ വന്നല്ലോ ബേബിയുടെ. അപ്പോൾ കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എബു വാസ് ലൈക്ക് ഉറങ്ങണം. ഉറക്കത്തിന് ടൈമായതുകൊണ്ട് ഫസ്റ്റ് സ്നാപ്പ് എടുക്കാനുള്ള ടൈമായി. ബിക്കോസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ 1.5-2 മണിക്കൂർ വേണം, പതുക്കെ. അപ്പോൾ തന്നെ ഉച്ചയാവും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ കുളിപ്പിച്ചവനെ ഞാൻ മഴ കൊണ്ടുവന്ന്. ആൻഡ് ഹി സ്ലെപ്റ്റ്. ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ മടക്കി വെക്കണം. പിന്നെ അലക്കിയിട്ടിട്ടുണ്ട് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ, അതൊക്കെ ഉണങ്ങാനിടണം. സോ ബേബി പുറത്താണ് കുറച്ച് പർച്ചേസ് ചെയ്യാൻ പോയിരിക്കുക. സോനു താഴെ സൈഗിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് നാളെ നാളെ മുതൽ എക്സാമാണ് അവർക്ക്. സോറി ഗൈസ്, നാളെ സൺഡേ, മറ്റന്നാൾ മുതൽ എക്സാമാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ സ്റ്റഡിങ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ, ഒരു തുടക്കമാണ്. ഇൻഷാല്ലാ ഇനി എടുക്കാൻ പറ്റട്ടെ. മടി പിടിച്ചാൽ ഞാനിനി ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് കാണുള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഉള്ള ഏരിയയിലാണ് ആക്ച്വലി. വേറെ ഒന്നുമില്ല. എനിക്ക് വിശക്കാൻ തുടങ്ങി. ഉച്ചത്തേക്കുള്ള ഇനി പ്രിപ്പയർ ചെയ്യണം. സിമ്പിളായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.